നമുക്കിന്ന് ഒരു ചീരത്തോരൻ ഉണ്ടാക്കാം. അപ്പോൾ ചീരത്തോരനൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാനിവിടെ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുക, കുറച്ച് വെളിച്ചെണ്ണ. അതിനുശേഷം കുറച്ച് കടുക് ഇടാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു സവാള ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാളയും കൂടി ചേർക്കാം. നമ്മുടെ കടുകെല്ലാം അവിടെ പൊട്ടിക്കഴിഞ്ഞു. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് സവാള അരിഞ്ഞത്. സവാളയൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് വരട്ടെ. നമ്മുടെ സവാളയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണിന് താഴെ മുളക് പൊടി. അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങ ചുരുണ്ടി ഇത് ചേർക്കാം. ഇനി നമുക്ക് ചീര അരിഞ്ഞത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. സ്വല്പം ഉപ്പ് ചേർത്താൽ മതി. ഈ ചീര വാടി കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പ് നമ്മൾ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. കുറച്ച് ഉപ്പ് ചേർക്കാം. നമുക്ക് നല്ലോണം കൂട്ടി ഇളക്കി കുറച്ച് നേരം ഒന്ന് മൂടി ഇടുക. നമുക്കിത് ഒരു മൂടിയോട്ട് മൂടി വെക്കാം. അതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് സിമ്മിലിടണം. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചീരത്തോരൻ നമുക്ക് തുറന്ന് നോക്കാം. ചീരത്തോരനോട് റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കിയാലോ. ഉപ്പൊക്കെ ഉണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. ചീരത്തോരൻ ഒരു പാത്രത്തിലേക്ക് പകർത്താം.